ഓം ശാന്തി. എപ്പോഴും സന്തോഷമായിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. സന്താപവും സന്തോഷവും ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണെന്നും രാത്രിയും പകലും പോലെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമെന്നും എല്ലാവരും അനുഭവിക്കുന്നുണ്ടെങ്കിലും സന്താപമായിരിക്കാൻ അഥവാ സങ്കടമായിരിക്കാൻ ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും ഇഷ്ടം എന്താണ്? ഉത്സാഹഭരിതരായി സന്തോഷമായി ഉന്മേഷത്തോടെ ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കാൻ സഹായിക്കുന്ന ഒരു മാജിക്കാണ് 3-0 മാജിക്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജീവിതത്തിൽ ഇഷ്ടമില്ലെങ്കിലും വരുന്നതെല്ലാം സ്വീകരിക്കണം എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ നല്ലത് മാത്രം ആകർഷിക്കാനാണ് ആകർഷണ സിദ്ധാന്തം നമ്മൾ പഠിക്കുന്നതും അതിലെ കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നതും. ആകർഷണ സിദ്ധാന്തത്തിൻ്റെ അനുഭവങ്ങൾ ഇല്ലാത്തവർ ആരും തന്നെ ഇല്ല. കാരണം ഒരു ജീവിതം എന്ന് വെച്ചാൽ അതിൽ ആകർഷണ സിദ്ധാന്തം അലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ചിലവർ അറിഞ്ഞതിനുപയോഗിക്കുന്നു, ചിലവർ അറിയാതെ അതിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രം. ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്യണമെന്ന് വിചാരിക്കും. തിരക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം ഇവരൊന്ന് വിളിക്കണം. അത് കഴിഞ്ഞ് വിളിക്കാൻ വേണ്ടി ഫോൺ പോയി നമ്മൾ എടുക്കുമ്പോഴേക്കും അവർ നമ്മളെ വിളിക്കും. ഫോൺ റിങ് ചെയ്യുന്നു. ഫസ്റ്റ് റിങ് തന്നെ നമ്മൾ ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്ത വഴിക്ക് നമ്മളെന്താ പറയുക, നിന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും നിൻ്റെ ഫോൺ എനിക്ക് വന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മുടെ സങ്കല്പം അവരെ നമ്മളിലേക്ക് ആകർഷിച്ചു. വേറെ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, വീട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഇന്ന് സാമ്പാറാണ് വെക്കുന്നത് നമ്മൾ തീരുമാനിച്ചേ, അമ്മോട് പോയിട്ട് ഇന്ന് അമ്മേ സാമ്പാർ നമുക്ക് ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴേക്കും ഞാനും അത് തന്നെ വിചാരിച്ചിരിക്കുന്നത്. ഒരേ കാര്യം മാച്ചായി നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഒരു പലഹാരം തിന്നണം എന്ന് നമ്മൾ പലപ്പോഴും ഓർമ്മിച്ച് കഴിയുമ്പോഴേക്കും ആരെങ്കിലും ആ പലഹാരമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരും. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇന്ന പച്ചക്കറി ഞാൻ വാങ്ങണം എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. വാങ്ങാൻ പോകുന്ന ആളോട് പച്ചക്കറി വാങ്ങണമെന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഉള്ളിൽ ഉദ്ദേശിച്ച പച്ചക്കറി പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ വാങ്ങി വരുന്ന ആൾ നമ്മുടെ മനസ്സിൽ കണ്ട പച്ചക്കറി എന്താണോ അതും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. ഇങ്ങനെ എത്ര കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിക്കുന്നത്. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ. ചില സമയത്ത് വീട്ടിൽ കൊച്ചു മക്കളുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കൊണ്ടിങ്ങനെ നടക്കുകയായിരിക്കും. അതിപ്പോൾ വീഴും നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. കുട്ടിയും വീഴും, കുട്ടിയുടെ കയ്യിൽ സാധനം വീഴും. കുട്ടിയെ വീഴ്ചത് ആരാന്നറിയോ? കുട്ടിയുടെ അശ്രദ്ധയല്ല. ഏത് മുതിർന്നവരാണോ അതിപ്പോൾ വീഴും എന്നുള്ള ശ്രദ്ധ എന്ന ഭാവത്തോടെ അവനെ മേലേക്ക് സങ്കല്പം അയച്ചത്, കുട്ടി വീഴണം എന്നൊരു ആകർഷണം അവൻ്റെ ഉള്ളിലേക്ക് വീഴ്ചയെ ആകർഷിച്ചത്, ആ ആകർഷണമാണ് കുട്ടിയെ വീഴ്ത്തിയത്. ഇങ്ങനെ അബദ്ധങ്ങളും അനുഗ്രഹങ്ങളും ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക പോലും നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര അത്ഭുതകരമായിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷം മാത്രം കിട്ടാൻ കഴിയുന്നതാണ് ഈ 3-0 ടെക്നിക്. അതുകൊണ്ടാണ് ഇതിനെ 3-0 മാജിക് എന്ന് പറയാൻ കാരണം. മാജിക് എന്ന് എപ്പോഴും എന്താ പറയുക, വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പറയുക ഇതൊരു മാജിക് തന്നെ എന്ന്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാജിക്കാണ് ഈ 3-0 ടെക്നിക് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഏതാണ് ഈ 3 0 എന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ 0 ഗോഡ് അഥവാ ഈശ്വരൻ. രണ്ടാമത്തെ 0 ഡ്രാമ എന്ന് പറയും, വേൾഡ് ഡ്രാമ. ഈ സൃഷ്ടി ഒരു നാടകമാണ്, ജീവിതം ഒരു നാടകമാണ് എന്ന വിശ്വാസം. മൂന്നാമത്തെ 0 ഞാനൊരു ആത്മാവാണ് എന്ന വിശ്വാസം. ഇത് 3 ഡോട്ട് പോലെയാണ്. അതിസൂക്ഷ്മമായിരിക്കുന്ന രഹസ്യങ്ങളെ മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു 3 ഡോട്ട് അഥവാ 3 0 ആണ് ഇത് 3. ഇതിന് മുന്നൊരു വീഡിയോയിൽ നമ്മൾ 3A ടെക്നിക്കിലൂടെ മനസ്സിനെ ശാന്തമാക്കാൻ പഠിച്ചു. അങ്ങനെ ജീവിതത്തിലേക്ക് എല്ലാം ആകർഷിക്കാൻ, ആഗ്രഹിക്കുന്നതെന്തും ആകർഷിക്കാൻ നമ്മൾ പഠിച്ചു. ഈ 3-0 ടെക്നിക്കിലൂടെ എനർജറ്റിക് ആയിക്കൊണ്ട് ജീവിതത്തിൽ സദാ ഹാപ്പി ആയിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കാനും ഹാപ്പി ആകാനുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ 0 ഗോഡ്, ഈശ്വരനെ സ്വന്തമാക്കിക്കൊണ്ട് അഥവാ ആ 0 സ്വന്തമാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് സദാ ഹാപ്പി ആയിരിക്കാൻ സാധിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഏത് ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈശ്വരൻ എല്ലാവരുടെയും കൂടിയാണെന്നുള്ള സങ്കല്പം, ആ പരമമായ ശക്തി, പവിത്രമായിരിക്കുന്ന ശക്തി, സുപ്രീം സോൾ എന്ന് പറയുമ്പോൾ ഹീ ഈസ് എ പോയിൻ്റ് ഓഫ് ലൈറ്റ്. അതിസൂക്ഷ്മമായിരിക്കുന്ന ദിവ്യ ചൈതന്യ ശക്തിയാണ് ഈശ്വരൻ.
ആ ഈശ്വരൻ എൻ്റെയാണ് എന്ന ഫീലിംഗ് എൻ്റെ ഉള്ളിൽ ഉണർത്തുകയും ഭഗവാൻ നമുക്ക് തരുന്നത് എല്ലാം നല്ലതാണ് നമ്മൾ മാനിക്കുകയും ഭഗവാനോട് എല്ലാം തുറന്നു പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് ശാന്തമാകുകയും സന്തോഷം നമുക്ക് അനുഭവിക്കാനും സാധിക്കും. കാരണം ഭഗവാനെ ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനേക്കാൾ വലിയ ശക്തി, അഥവാ ഈശ്വരനേക്കാൾ വലിയൊരു ശക്തി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപോലെ കരുതലോടെയും ശ്രദ്ധയോടെയും നോക്കുകയും ചെയ്യുന്ന പരമമായിരിക്കുന്ന പിതാവും മാതാവും ഒക്കെയാണ് ഈശ്വരൻ. അപ്പോൾ നമ്മളെങ്ങനെയാണോ ഇഷ്ടമുള്ളൊരു കാര്യം പോയി അമ്മോട് പറയുന്നു, അച്ഛനോട് പറയുന്നു, അവർ നമുക്ക് പിന്നെ രണ്ടാമതൊരു ചിന്തയ്ക്ക് പോലും ഇടയില്ലാതെ ആ കാര്യം നടത്തി തരുന്നു. അതേപോലെ തന്നെ ഈശ്വരനെ നമ്മൾ ഏതൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ വിശ്വാസത്തോടെ നമുക്കതിനെക്കുറിച്ച് മറക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കുക മാത്രം ചെയ്യാം. നടക്കോ എന്ന് ബേജാറാവേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാൻ എന്ന ശക്തി നമുക്കെല്ലാം അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പരമപിതാവാണ്. പക്ഷേ എവിടെയാണ് തടസ്സം ഉണ്ടാകുന്നത്? പൊതുവെ നമ്മളെല്ലാവരും ഈശ്വരനോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ഭഗവാനെ ആ കാര്യം നടത്തിത്തരണേ, ഭഗവാനെ ആ കാര്യം നടത്തിത്തരണേ. അപ്പോൾ നമുക്ക് നമ്മളെ എങ്ങനെയാണോ മറ്റൊരാൾ ഓർമ്മിപ്പിച്ചാൽ മാത്രമല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. പലപ്പോഴും സ്വയം മറന്നു പോകും. അതേ സ്വഭാവത്തിൽ അതേ കണ്ണോടുകൂടി നമ്മൾ ഭഗവാനെയും കാണാണ്. ഭഗവാനോട് പറയും, ഭഗവാനെ നടത്തിത്തരണേ. എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും എപ്പോൾ ഈശ്വരൻ്റെ മുന്നിൽ എത്തിയാലും നമ്മൾ മുന്നിലെത്തുന്നത് ഈശ്വരൻ്റെ ആണെങ്കിൽ പോലും ഓർമ്മിക്കുന്നത് കാര്യങ്ങളെയാണ്. അതുകൊണ്ട് കാര്യങ്ങളെ ഓർമ്മിക്കുമ്പോൾ അത് നമുക്ക് ആദിയാകും, ശക്തി കുറയ്ക്കും. ഭഗവാനെ നമ്മൾ നിരന്തരം ഓർമ്മിച്ച് കാര്യം ഭഗവാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ലളിതമായി നടന്നു കിട്ടും. ഇനി നമ്മുടെ സ്വഭാവം എന്താ അറിയോ? ഈശ്വരനെ നമ്മൾ കമ്മീഷൻ ഏജൻ്റായിട്ട് പോലും കാണും. പലപ്പോഴും പല കാര്യങ്ങളും നടന്നു കഴിയാൻ, ഞാൻ പരീക്ഷയിൽ പാസ്സായാൽ നിനക്കൊരു പാൽപ്പായസം, അല്ലെങ്കിൽ ഒരു നിറവിളക്ക്, അല്ലെങ്കിൽ ഇത്രയ്ക്കധികം പൈസ, ഇങ്ങനെ പല വഴിപാടുകളെന്ന പേരിൽ ഭഗവാന്റെ അടുത്ത് നമ്മൾ വഴിപാടുകൾ കൊടുക്കാൻ, നമുക്ക് ഭഗവാനെ സ്നേഹിക്കുമ്പോൾ ഭഗവാന് കൊടുക്കാനുള്ളത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം, നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ച് സമയം, നമ്മുടെ കുറച്ച് കർമ്മം എല്ലാം ഒരു കാര്യങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാന് വേണ്ടി നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാകണം. അങ്ങനെ നിസ്വാർത്ഥമായിക്കൊണ്ട് കാര്യങ്ങളില്ലാതെ തന്നെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിലും ശക്തി നൽകുകയും നമുക്ക് നന്മ മാത്രം വരുത്തുകയും ചെയ്യും. പക്ഷേ കാര്യങ്ങൾക്ക് വേണ്ടി അതിങ്ങനെയാണെങ്കിൽ അങ്ങനെ നിനക്ക് തരാം എന്ന് ഭഗവാനോട് പറയരുത്. മറിച്ച് സമർപ്പിക്കൂ. ഈശ്വരൻ്റെ അടുക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു കാര്യവുമില്ല. അത് നമുക്ക് നടത്തിത്തരും, നമുക്കത് ലാഭാകും, വിജയത്തിലെത്തും ചെയ്യും. അതുകൊണ്ട് ഒന്നാമത്തെ പൂജ്യം, ഈശ്വരനെ സ്വന്തമാക്കുക, ഭഗവാനെ ഉപയോഗിക്കുക. രണ്ടാമത്തെ പൂജ്യം എന്ന് പറയുന്നതാണ് ഡ്രാമ, സൃഷ്ടി നാടകം. ഈ സൃഷ്ടി ഒരു പരിധിയില്ലാത്ത നാടകമാണ്. ഇതിൽ ഭഗവാന്റെ പ്ലാനാണ് ഈ സൃഷ്ടി മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ക്രിയേറ്ററും ഡയറക്ടറും ഒക്കെ തന്നെ ഭഗവാനാണ്. ഭഗവാനേക്കാൾ നല്ല ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഭഗവാനേക്കാൾ നല്ലൊരു ക്രിയേറ്റർ ഇല്ല. അപ്പോൾ ഇതിലെന്തെല്ലാം നടന്നാൽ പോലും ആ നടക്കുന്നതൊക്കെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. പറയാറുണ്ട് നമ്മൾ, പണ്ട് നടന്നത് എന്താണോ നടന്നതെല്ലാം നല്ലത് തന്നെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് വളരെ നല്ലതാണ്, നടക്കാനിരിക്കുന്നത് എന്താണോ വളരെ വളരെ നല്ലതാണ്. ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുക. ഈ സൃഷ്ടി നാടകത്തിൽ ഭഗവാന്റെ പ്ലാൻ എന്നും നല്ലത് മാത്രമാണ്. ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ചില ആപത്ത് പോലെ അല്ലെങ്കിൽ നഷ്ടം പോലെ ഫീൽ ചെയ്തെന്ന് വരാം, പക്ഷെ അതും നമ്മളെ ശക്തരാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് പറയുമ്പോൾ ഒരു ബ്രദറുടെ അനുഭവം സിസ്റ്റർ പറയുകയാണ്. അദ്ദേഹം ഒരു പ്രാവശ്യം വിദേശത്തെ ടൂറിന് പോകാൻ വേണ്ടി തിരക്ക് പിടിച്ച് എയറോഡ്രാമിൽ പോയി. പക്ഷേ ഓൺ ദ വേ വണ്ടി ആക്സിഡൻ്റായി, സ്ഥലത്തെത്താൻ പറ്റിയില്ല, മറ്റു വേറെ റെൻ്റൽ കാർ വിളിച്ചു, ഒക്കെ കഴിഞ്ഞെങ്കിലും എത്തുമ്പോഴേക്കും ഫ്ലൈറ്റ് പോയി. അദ്ദേഹത്തിന് വിദേശത്ത് വലിയ ഒരു ആദരവ് കിട്ടാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം പുറപ്പെട്ടത്. വളരെ മൂഡ് ഓഫായി തിരിച്ചു വന്നു. വീട്ടിൽ ഒന്നും ചെയ്യാൻ മൂടില്ല. കാരണം എനിക്കുള്ള ആദരവോടെ കിട്ടണമെങ്കിൽ എനിക്ക് എത്രയോ വലിയ അംഗീകാരമാണ് കിട്ടാനിരുന്നിരുന്നത്. അത് ഇന്ത്യയിൽ കൂടിയല്ല, വിദേശത്താണ് കിട്ടുന്നത്. ഇത്രയും വലിയ കമ്പനി നൽകുന്ന ആ ഒരു അംഗീകാരം നേടാൻ ഭഗവാൻ എന്നെ അനുവദിക്കുന്നില്ലല്ലോ. എത്ര ഞാൻ ഭഗവാനെ സ്നേഹിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ദുഃഖമായി, സങ്കടമായി, മൂഡ് ഓഫായി വന്ന് വീട്ടിലിരുന്നു. ഫ്ലൈറ്റ് പോയി, ആക്സിഡൻ്റായി, എല്ലാം മൂഡ് ഓഫിനുള്ള കാര്യം മാത്രം. അവസാനം അങ്ങനെ വന്ന് വീട്ടിലിരുന്ന് കുറേ നേരം കഴിഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് നേരം TV കാണട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം TV ഓൺ ചെയ്തു. ആ സമയം വാർത്തയുടെ സമയമായിരുന്നു. ആ സമയത്ത് ഒരു വാർത്ത അദ്ദേഹം കണ്ടു. ആ വാർത്ത അദ്ദേഹത്തിനെ ഭഗവാനോട് നന്ദി പറയിപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അദ്ദേഹം പറക്കാനിരുന്നിരുന്ന ഫ്ലൈറ്റ് പറന്നുയർന്നു, കുറച്ച് ദൂരം സഞ്ചരിച്ചു. ആ വൈമാനികനും പാസഞ്ചേഴ്സും ഒക്കെ അടക്കം ഫ്ലൈറ്റ് തകർന്നു വീണു.
അദ്ദേഹം പിന്നെ സെൻറ്ററിൽ വന്ന് പറയുകയുണ്ടായി, സിസ്റ്ററെ ഞാനിങ്ങനെ വല്ലാതെ മൂഡ് ഓഫ് ആയിരുന്നതായിരുന്നു ഇന്ന്, പക്ഷേ ഇന്ന് ഞാൻ വാർത്ത കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ഭഗവാൻ എന്നോട് എത്ര സ്നേഹമാണ്. സപ്പോസ് ഞാൻ എങ്ങാനും ആ ഫ്ലൈറ്റിൽ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ സെൻറ്ററിൽ വരാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എന്ന്. തീർച്ചയായിട്ടും പല പല കൊച്ചു കൊച്ചു കാര്യങ്ങൾ വിഷമം നമുക്ക് തോന്നിക്കുമെങ്കിലും അത് നമ്മളെ ശക്തിപ്പെടുത്താൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മളെ സഹായിക്കാനായിരിക്കും ഭഗവാൻ ചെയ്തു തരുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഈ സൃഷ്ടിനാടകം ഭഗവാന്റെ നിർമ്മിതിയാണെന്നും ഇതിലെല്ലാം നല്ലത് മാത്രമേ നടക്കൂ എന്നുള്ള വിശ്വാസത്തോടെ എന്ത് സംഭവിച്ചാലും സ്വീകരിച്ചുകൊണ്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പം നമ്മുടെ മനസ്സിന് ഹാപ്പിയാകാൻ സാധിക്കും. മൂന്നാമത്തെ 0 അതാണ് ഞാൻ ആത്മാ എന്നുള്ളത്. ഞാൻ ആത്മാവിനെക്കുറിച്ച് മറ്റ് പല വീഡിയോകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചെറുതായി മാത്രം സിസ്റ്റർ പറയുകയാണ്, ഇവിടെ എന്തിനാണ് നമ്മൾ ആത്മാ എന്ന 0നെ ഓർമ്മിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആത്മാ എന്ന പോയിൻറ്റിനെ ഓർമ്മിക്കുന്നത്? ഞാൻ ആത്മാ അവിനാശിയാണ്. ഇന്ന് ഈ ഉടുപ്പിൽ ഞാൻ ഇരിക്കുകയാണ്. ഇതിന് മുന്നിലും വേറൊരു ഉടുപ്പിലും ഉണ്ടായിരുന്നു. ആ ഉടുപ്പിലിരുന്നപ്പോൾ എന്തെല്ലാം അക്കൗണ്ട്സ് ആണോ ക്രിയേറ്റ് ചെയ്തത്, അതും കൊണ്ടാണ് ഞാൻ ഈ പ്രസൻറ്റ് കാലഘട്ടം, വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ലതായാലും മോശമായാലും അത് ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഉടുപ്പിലേക്കും യാത്ര നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, നമ്മുടെ കൂടെ തന്നെ വരുന്നതാണ്. ഈ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കും. പഴയത് എന്തെങ്കിലും കൊടുത്ത കാര്യങ്ങൾ മോശമായി നമുക്ക് ദുഃഖമായിട്ട് വന്നെന്ന് വരാം. പക്ഷേ വർത്തമാനത്തിൽ ഞാൻ നല്ലത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ അത് എൻ്റെ പഴയതിനെല്ലാം മാറ്റിക്കൊണ്ട് ഈ ജന്മം മാത്രമല്ല അടുത്ത ജന്മത്തിലേക്കും എന്നെ ഹാപ്പിയാക്കും എന്നുള്ള സത്യം എൻ്റെ ഹൃദയം സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഈശ്വരൻ, ഡ്രാമ, ഞാൻ ആത്മാ എന്ന 3 0 നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ മനസ്സ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ജീവിതത്തിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങളും ഈ 3 പൂജ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലെ മാജിക്കുകൾ അനുഭവിച്ച് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്നവരായി തീരട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.